ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സുന്ദരയ്ക്ക് ആ ഡേറ്റ് കുറിച്ചത് കാണിച്ചു കൊടുക്കുന്നത് ധനപാലൻ. അപ്പോൾ എനിക്കിതിൽ എതിർപ്പൊന്നുമില്ല, ആ ഡേറ്റിന് തന്നെ ഇവരുടെ വിവാഹ നിശ്ചയം നമുക്ക് നടത്താമെന്ന് പറഞ്ഞിട്ട് വസുന്ധര പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മൾ അഭിയെ തന്നെ കേട്ടോ. തട്ടുകടയിലേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ശ്രീനാഥിനെ അവിടെയൊക്കെ തിരയുമ്പോഴത്തേനും അവിടെയൊന്നും കാണാനില്ല. ഇവിടെ പോയി ഏതെങ്കിലും തട്ടുകടയിൽ വെച്ച് കാണാമെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ ഒന്നും കാണാനുമില്ല. അപ്പോൾ ആ തട്ടുകടയിൽ ആൾ വരുന്നുണ്ട് കേട്ടോ. മേഡത്തിന് എന്താ വേണ്ടത്, വക്കീൽ മേഡത്തിന് എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. പിന്നെ ഇവിടെ അന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരാളുണ്ടല്ലോ, നമ്മുടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്ന അയാൾ ഇങ്ങോട്ട് വരാറില്ലേ എന്ന് പറയുന്നുണ്ട്. അയാളുടെ കൂട്ടുകാരൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട്, പക്ഷെ ആ സാറ് ഇവിടെ വരാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നുമല്ല, കുറേ മുന്നേ. ഇപ്പം അടുത്ത് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ സാറിനെ കണ്ടു തുടങ്ങിയിട്ടും എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മേഡത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? കരിയാത്ത ദോശയൊക്കെ ഉണ്ടാക്കി തരാം. എന്തായാലും ദോശ എനിക്കിപ്പോൾ കഴിക്കുന്നില്ല, പാഴ്സൽ എടുത്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ 2 ഓംലേറ്റും കൂടി എടുത്തോ എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. ശരി, ഇപ്പം തന്നെ ഞാനത് പാക്ക് ചെയ്ത് തരാമെന്നും അയാളവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വീണ്ടും ശ്രീനാഥിനെ തന്നെ കാണിക്കുന്നത്, ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ ഇന്ന് അവർ കഞ്ഞി വെച്ചിട്ട് ഒക്കെ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. ഇന്ന് കരിഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ ശ്രീ എന്ന് പറയുമ്പോൾ, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറന്നു പോയില്ലേ, അതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾ തൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ഫോൺ എടുക്കാത്ത എന്താണ്, നിൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു, നിനക്ക് പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അച്ഛനൊരു കാര്യം അറിയേണ്ടത്, വർഷയെ ഞാൻ പിന്തുടരാൻ പാടില്ല, കാരണം അവളുടെ ജാതകം ശരിയല്ല. അത് എൻ്റെ ജാതകമായിട്ട് കൂട്ടിച്ചേർക്കാൻ അച്ഛന് തീരെ താല്പര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല. എനിക്ക് അവരെ വിളിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വർഷയെ കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ശിവാനന്ദയെ കണ്ടെത്തിയിട്ട് എനിക്ക് കാര്യമില്ല, അല്ലാത്ത രീതിയിൽ കുറച്ച് ഞാൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ വർഷയെ കണ്ടെത്തിയിട്ട് തന്നെ അടങ്ങുള്ളൂ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, എൻ്റെ ജീവിതം തന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ശ്രീ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ വീട്ടിൽ, അതായത് ജാൻസി വില്ലയിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അഭിയാണെങ്കിൽ ആ തട്ടുകടയിലെ ഫുഡുമായിട്ട് വരുന്നുണ്ട്. ഇന്ന് എൻ്റെ വകയാണ് എല്ലാവർക്കും ഫുഡെന്ന് പറയുന്നു. അങ്ങനെ ആ ദോശയും ഓംലെറ്റും കറികളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി, ഈ തട്ടുകട ദോശ എനിക്കിപ്പോൾ മനസ്സിലായെന്ന് ശിവ പറയുന്നുണ്ട്. ഇന്നും ആ ചുള്ളൻ പയ്യനെ തെരഞ്ഞു പോയതാണ്, പക്ഷെ ഇന്ന് കണ്ടെത്തിയില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിക്കോ, എന്തെങ്കിലും ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുമെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണമൊക്കെ കഴിക്കാട്ടോ ചെയ്യുന്നത്. എന്നാലും നല്ല ടേസ്റ്റുണ്ട്. അബിക്ക് എന്തായാലും അയാളുടെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും വാങ്ങിച്ചു കൊണ്ടുവരില്ലല്ലോ എന്നും പറയാട്ടോ ചെയ്യുന്നത്. എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് തുറന്ന് പറയും, അല്ലാതെ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയായിട്ട് താമസിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ചുവിനും വർഷയ്ക്കിട്ട് നല്ലൊരു താങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ അബിയാണെങ്കിൽ ഓപ്പൺ മൈൻഡ് ഉള്ളൊരു കുട്ടിയാണ്. എല്ലാം തന്നെ തുറന്ന് പറയാൻ അവൾക്ക് ഒരു മടിയും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വർഷ അപ്പം പറയുന്നുണ്ട്, ഒരു മധുരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അവിടെ ഐസ്ക്രീമായിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷയ്ക്കുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ അതിനെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, ഇത് ഐസ്ക്രീമാണ് തനിക്കുള്ളതാണെന്ന് പറഞ്ഞു തരുന്നു. ആ സമയത്ത് നമ്മളിപ്പോൾ മധുരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ആ സമയത്ത് ഇവിടെ എത്തിയല്ലോ, ഇവളുടെ മനസ്സറിയുന്ന ആരോ ആണ്. ആ സമയത്ത് വിവേക് വരുന്നുണ്ട്. ഗേൾസ്, ഞാൻ തന്നെയാണ് തന്നിരിക്കുന്നതെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അത്ര സംശയമൊന്നും ഉണ്ടായില്ല, നിങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ സമയത്ത് തന്നെ ഈ വർഷയ്ക്ക് മാത്രമുള്ളൂ ഇപ്പോൾ ഐസ്ക്രീമൊക്കെ, ഞങ്ങൾക്കൊന്നും ഇല്ലേ, ഇവളുടെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നത് ഞങ്ങളല്ലേ, ഇപ്പം ഞങ്ങളൊക്കെ പുറത്താണല്ലേ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് എന്നാൽ ഞങ്ങൾക്ക് വേണ്ടാന്നും അഞ്ചു ശിവയും പറയുന്നുണ്ട്. പക്ഷെ അബിയുണ്ടോ വിടുക, അബി പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ മാറിക്കോ, ഇവൾക്ക് അങ്ങനെ ഷുഗർ വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഫ്രണ്ടിന് അങ്ങനെ അസുഖമൊന്നും വരണ്ട, അതുകൊണ്ട് ഞാൻ എടുക്കുവാണെന്ന് പറയുന്നു. ബാക്കി 2 പേരും അവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷയും അതുപോലെ തന്നെ വിവേകം കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, താങ്ക്സ് എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് അബി കൊണ്ടുപോയിട്ട് എല്ലാവർക്കും പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നുണ്ട്. അബിയുടെ പ്ലേറ്റ് ഒന്നും കൂടി വലുതായിരിക്കുമല്ലോ, 2-3 ഫ്ലേവർ വാങ്ങിച്ചാൽ മതിയായിരുന്നു, ഇതിപ്പോൾ ഒന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലളക്കാൻ നിൽക്കണ്ടെന്നും ശിവ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും വർഷയും വിവേകും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സ്കൂപ്പുള്ളൂ എന്ന രീതിയിൽ അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ എനിക്ക് 2 പേർക്ക് ഇത് ധാരാളം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ ഐസ്ക്രീം എന്തുകൊണ്ടാണ് വാങ്ങിത്തന്നതെന്ന് വർഷ ഇവരോട് ചോദിക്കുന്നുണ്ട്. വിവേകിനൊരു ജോലി ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശിവ പറയുന്നതിന് കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുന്നു. പിന്നെ അതുമാത്രമൊന്നുമല്ല, വിവേക് തിരിച്ചും പറയുന്നുണ്ട്,
എൻ്റെ വർഷയുടെയും നിശ്ചയത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച് ഈ മാസം 20-ാം തീയതി പറയുമ്പോൾ വർഷ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ സന്തോഷമാവുന്നുണ്ട്. അയ്യോ 20-ാം തീയതി സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സന്തോഷം കൊണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് വർഷയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് കേട്ടോ. വർഷയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അറിയാലോ ശ്രീനാഥ് തിരിച്ചു വരും തന്നെയാണ് വർഷയുടെ മനസ്സിൽ. ആ സമയത്ത് എല്ലാ ഫ്രണ്ട്സും കൂടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താണോ തനിക്കൊരു വിഷമം, എന്തിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വിവേക് എത്ര സന്തോഷത്തോടു കൂടിയാണ് വന്ന് പറഞ്ഞത്. നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. കല്യാണത്തിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു കാര്യം എനിക്ക് വേണ്ടി വരാൻ പോകുന്നു എന്നൊരു തോന്നൽ, എനിക്ക് വേണ്ടി എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ. എൻ്റെ ആ തോന്നലുകളൊന്നും ജീവിതത്തിൽ തെറ്റിയിട്ടില്ല. അതൊക്കെ സംഭവിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ ആരും കൂടി താൻ എന്താടോ ഇങ്ങനെ, വിവേക് എത്ര നല്ല പയ്യനാണ്, തനിക്കൊരു അഫെയർ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു മനുഷ്യൻ പാവം തന്നെ അവിശ്വസിച്ചിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഒരു ലവ് അഫെയർ ഉണ്ടെങ്കിൽ ഫിസിക്കൽ റിലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന കാലമാണ്. വിവേക് തന്നെക്കുറിച്ച് അങ്ങനെയൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. അത്രയും പല്ല പയ്യനെ തനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് വിവേകിനെ പോലത്തെ ഒരു പയ്യനെ ജീവിതത്തിൽ കിട്ടാനുമില്ല, ആർക്കും കിട്ടുമില്ല. അത്രയും നല്ലതാണ്. പക്ഷേ എൻ്റെ വിധിയാണ്, എനിക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടെന്ന രീതിയിൽ വിഷമത്തോടുകൂടി വർഷ പറയുന്നു കേട്ടോ. പിന്നെയും ശ്രീനാഥിനെയും ഫ്രണ്ടിനെയും എന്നെ കാണിക്കുന്നത്, ശ്രീനാഥ് വർഷയെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെയാണ്. ഞാൻ നമ്മുടെ നാരായണി ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്യാൻ പോയി. നാരായണി ചേച്ചി ഇവിടെ നാട്ടിലില്ല. ഇനി അതുകൊണ്ടാണ് അവരുടെ നമ്പർ എനിക്ക് കിട്ടാത്തത്. പിന്നെ അവിടുത്തെ വില്ലേജ് ഓഫീസിലൊന്ന് ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ആരോടെ വിളിച്ച് പറയുന്നുണ്ട്. ആ ഫ്രണ്ട് വരുന്ന സമയത്ത് ഇതെല്ലാം പറയുന്നു. ആ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ വർഷയുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പറ്റും, അവളവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും ഞാൻ വർഷയെ കണ്ടെത്തൂടാ, അധികം താമസമില്ലാതെ എൻ്റെ വർഷയെ ഞാൻ എത്തിക്കും എന്ന രീതിയിൽ പറയുന്നു. ആ സമയത്താണ് അഭിയാണെങ്കിലോ ശ്രീനാഥിനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വർഷയാണെങ്കിലോ തൻ്റെ അനിയത്തിയായിട്ടുള്ള ആ ഒരു കുട്ടിയെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടതിന് ശേഷം, ആച്ചയെ കണ്ടതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ പ്രകൃതി അവരുടെ വീടും സ്ഥലവും എല്ലാം എടുത്തുകൊണ്ട് പോണതും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോൾ തന്നെ അഭി പറയുന്നുണ്ട്, എന്താടോ ഇങ്ങനെ വിഷമിച്ച് എണീക്കുന്നത്, ഈ ഫ്രണ്ട്സിൻ്റെ പോലെയല്ല, തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാനൊരു സൊല്യൂഷൻ കാണും. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നമുക്കൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങ് തുടങ്ങിയാലോ. എനിക്കൊരു സൊല്യൂഷനും കേൾക്കേണ്ട അഭി, ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പൊതിച്ച് മുടി കിടങ്ങുന്നു. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. ആ ചെക്കനെ കുറിച്ച് ചിന്തിച്ചോടെ ഇരിക്കുവാണ് ഞാൻ. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കാമല്ലോ എന്ന രീതിയിൽ അഭി ഇരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും രാവിലെ തന്നെ കാണിക്കുന്നത്, പെട്ടെന്ന് തന്നെ വർഷയുടെ അടുത്തേക്ക് വിവേക് വരുന്നുണ്ട്. എന്താണോ തനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു വിഷമം, ഒരു സന്തോഷമില്ലാത്ത നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ, അത് പിന്നെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. ആ ശ്രീനാഥിനെ ആയിരിക്കും അല്ലേ? ശ്രീനാഥിനെ എന്നല്ല, എൻ്റെ അനിയത്തി ആച്ചയാണ്. അവളെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പ്രകൃതി അന്ന് രൂക്ഷമായിട്ട് ഞങ്ങളുടെ വീടും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ഞാൻ കാണുന്നത്. അതിലെനിക്ക് വിഷമമായി, ഒട്ടും എനിക്ക് ഉറക്കം വന്നില്ല എന്നും പറയുന്നുണ്ട്. ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്തോ ഒരു വിഷമം പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, തൻ്റെ മനസ്സിൽ സന്തോഷമില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്കെന്തോ അതൊന്നും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല വിവേകെ എന്ന രീതിയിലൊക്കെ വർഷ പറയുന്നുണ്ട് കേട്ടോ. വർഷയുടെ മുന്നോട്ടുള്ള ജീവിതം എന്താവുമെന്നുള്ളത് വരുന്ന എപ്പിസോഡിലൂടെ കാണാൻ പറ്റും. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.